ഫെൽകിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സോൾഡറിംഗ് അയണിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ സോൾഡർ റോഡ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലൊക്കെ സോൾഡറിംഗ് അയൺ കണ്ടിട്ടുണ്ടല്ലോ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അയണാണ് അല്ലെങ്കിൽ ഒരു സോൾഡറിംഗ് സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് T12D+ എന്ന് പറയുന്നത്. ഇത് T12D+, അതുപോലെ തന്നെ X+, അങ്ങനെ വേറെ മോഡലുകൾ ലഭ്യമാണ്. ഈ T12D+ ആണ് ഇതിന്റെ ബേസിക് മോഡൽ. ഈ ബേസിക് മോഡൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അയണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഓട്ടോ കട്ട് ഓഫ് ഫെസിലിറ്റികൾ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ സോൾഡറിംഗ് അയണുകളൊക്കെ ഒരു കടകളിലൊക്കെ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത്തരം അയണാണെങ്കിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിച്ചാൽ അയണിന്റെ ഈ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ ഓവർ ഹീറ്റായി അത് കംപ്ലൈന്റ് ആയി പോകാറുണ്ട്. കോയിൽ കംപ്ലൈന്റ് ആകും, ഈ ഭാഗത്ത് ബിറ്റ് ആണെങ്കിൽ ദ്രവിച്ച് പൊട്ടി പോവുക ചെയ്യാം. എന്നാൽ ഈ അയണിന്റെ പ്രത്യേകത അങ്ങനെയല്ല. ഇത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇത് നേരെ കട്ട് ഓഫ് ആയി, ഇതിന്റെ ടെമ്പറേച്ചർ എല്ലാം ഡൗൺ ആയി ഇത് കട്ട് ഓഫ് ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ അയൺ സ്റ്റാൻഡിൽ നിന്ന് എടുത്താൽ ഉടനെ അത് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. സ്റ്റാൻഡിന് വേണമെന്നില്ല, ഇത് എവിടെ നിലത്തും വെക്കാം, എവിടെ വെച്ചാലും ഇത് ഇളക്കമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, മോഷൻ ഡിറ്റക്ഷൻ ആണ്. ഇത് ഇളകി കഴിഞ്ഞാൽ ഉടനെ ഇത് റീസ്റ്റാർട്ട് ആകും. ഇളകാതെ കുറച്ച് സമയം നിന്നാൽ ഇത് കട്ട് ഓഫ് ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അയണാണ് ഈ ഒരു ടൈപ്പ് അയൺ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന്, ഇതാണ് ഇതിന്റെ അയൺ. ഈ അയണിന്റെ ഹാൻഡിൽ ഇതാണ്. ഈ ഹാൻഡിൽ വരുന്ന ഈ ബിറ്റ് തന്നെയാണ് ഇതിന്റെ ഹീറ്റിംഗ് കോയിൽ. ഈ ബിറ്റിൽ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റുകളിൽ വഴിയാണ് ഇതിലേക്കുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് തന്നെയാണ് ഹീറ്റ് ആവുക. അതുകൊണ്ട് തന്നെ സാധാരണ അയണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ബിറ്റിന് വില ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പൊ ഇത് മറ്റൊരു ബിറ്റാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ബോക്സിലാണ് ബിറ്റ് വരുന്നത്. ബിറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ലോഗോ അതുപോലെ OSS ടീം ഒക്കെ അതും ഉണ്ടോ നോക്കുക. ഈ OSS ടീം എന്ന് പറയുന്ന ഇവരാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബിറ്റ് കിട്ടും. ഇതിന്റെ ഒറിജിനൽ ബിറ്റിന് ഒരു 300 രൂപ 450 രൂപ അങ്ങനെയൊക്കെയാണ് വിലകൾ വരുന്നത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ബിറ്റ് 150 രൂപ മുതലേക്ക് കിട്ടാനുണ്ട്. അത് കംപ്ലൈന്റ് ആവും, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഓക്കെ, ഇനി ബിറ്റ് ഇതിൽ ഉറപ്പിച്ചു വെച്ചു. ആ ബിറ്റിന്റെ ഒരു ഹാൻഡിൽ കൂടെ ഉണ്ട്. ഈ മോഷൻ ഡിറ്റക്ഷൻ സെൻസർ ഒക്കെ ഈ ഹാൻഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ബോക്സിൽ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കാനാണ് ഈ ഒരു നോബാണ് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. ഈ നോബിൽ തന്നെ ഇത് എത്ര സമയത്തിനുള്ളിൽ കട്ട് ഓഫ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കാരണം ഇതൊരു ബട്ടൺ കൂടിയുള്ള നോബാണ്. ഇനി അതുകൂടാതെ ഈ ഒരു സ്റ്റാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിലൂടെ ഒരുപാട് ഹോളുകൾ ഉണ്ട്. അത് ഇത്തരത്തിലുള്ള പുതിയ വേറെ പ്രോബുകൾ, ഇവിടെ ഇങ്ങനെ പ്രോബ് ഇട്ട് വെക്കാനുള്ള സ്പേസുകളാണ് ഈ കാണുന്ന ഹോളുകൾ. പിന്നെ ഇവിടെ ഒരു കോപ്പറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കോപ്പർ വയർ ബോൾ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയണിൽ എക്സസ് ആയിട്ട് വരുന്ന ലെഡുകളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ ലെഡ് കഴിയുമ്പോൾ ഫ്രീ ആയി പോയിക്കോളും. അങ്ങനെ ഇത്തരത്തില് അയണിന്റെ ബിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു സ്പോഞ്ച് ഉണ്ട്. ഇതിൽ വെള്ളമാണ്. ഇതിൽ വെള്ളം ഉണ്ടാവില്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കുറച്ചിങ്ങനെ വികസിച്ച് നിൽക്കും. ഒരു ദിവസം 2 ദിവസം ഉപയോഗിക്കാവുന്ന വെള്ളം ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തില് വെള്ളം ഒഴിച്ചു വെക്കുന്നതാണ് ഈ ഒരു സ്പോഞ്ച്. ഈ സ്പോഞ്ച് നമുക്ക് അയണിന്റെ ബിറ്റ് ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയാണ് ഈ ഒരു അയണിൽ വരുന്ന ഭാഗം. ഈ അയണിന്റെ കൂടെ കിട്ടുന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു വയർ കൂടെ നമുക്ക് അയണിന്റെ കൂടെ ലഭിക്കുന്നതാണ്. ഈ വയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ ബാക്കിൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ വയർ നേരെ എർത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഇതിലേക്കൊക്കെ ടേബിളിലേക്കൊക്കെ ESD പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വയർ. ഈ വയർ കണക്റ്റഡ് അല്ലെങ്കിൽ അല്ലാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് വരും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ആ വയർ കണക്ട് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് ചിലപ്പോൾ വരുമായിരിക്കാം. ഇനി ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഇതുകൊണ്ടുള്ള കംഫർട്ട് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇതിനെ ഓൺ ചെയ്യാൻ പോവാണ്. ഇത് ഓണാക്കി വളരെ സ്പീഡിൽ കണ്ടോ ടെമ്പറേച്ചർ കയറുന്നത്. അതായത് ഓൺ ചെയ്ത് ഇപ്പൊ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലെത്തി കാണും. 280 300 ചിലാനൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. 335 സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലെത്തി. ഇപ്പൊ തന്നെ നമുക്കിവിടെ അയൺ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ലെഡ് ഇരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട്. മറ്റുള്ള സോൾഡറിംഗ് ആണൊക്കെ ഇത്തരം ടെമ്പറേച്ചറിലേക്ക് കയറി വരാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കുമ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ടെമ്പറേച്ചറിലേക്ക് എത്തും. മാത്രമല്ല ഇത് നമുക്ക് ഇതിൽ ഹീറ്റ് ഒരു 480 ഡിഗ്രി വരേക്കൊക്കെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു 315 അല്ലെങ്കിൽ 320 ഈ റേഞ്ചിലൊക്കെ ഇട്ടിട്ടാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് അത് കൂളാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് വെച്ച് സോൾഡർ ചെയ്യാൻ വളരെ കംഫർട്ടാണ്. നമുക്കിതൊന്ന് വെച്ചിട്ട് ഒരു ഡിസോൾഡറിങ്ങും സോൾഡറിങ്ങും കൂടെ ചെയ്തിട്ടൊന്ന് കാണിക്കാം. ഞാനിവിടെ ഒരു PCB എടുത്ത് വെച്ചിട്ടുണ്ട്. ആ PCBയിൽ ഡിസോൾഡറിംഗ് വിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇപ്പൊ ഇത് ഞാനിവിടെ കുറച്ചേരം ഉപയോഗിക്കാതെ വെച്ചപ്പോഴേക്കും ഇതിന്റെ ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞു തുടങ്ങിയേട്ടാ. ഇത് കണ്ട ഇവിടെ
290, 280 ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അത് കട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ട് പോവാ. വളരെ കുറഞ്ഞ സമയം സെറ്റ് ചെയ്തുകൊണ്ടാണ്. ആ സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി PCBയിൽ സോൾഡറിങ് നമുക്കൊന്ന് ഡിസോൾവ് ചെയ്ത് നോക്കാം ആദ്യം. അത് ഈ ഒരു പോയിന്റ് ഡിസോൾവ് ചെയ്യാണ്. ഈ പോയിന്റിൽ നമ്മളിവിടെ അയണ് ഡിസോൾവ് മിക്കിന്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്യാം. ഞാൻ ബിറ്റ് ആദ്യം ക്ലീൻ ചെയ്യാതെയാണ് വെച്ചത്. അതിന്റെ ചെറിയൊരു അതുകൊണ്ട് തന്നെ ബിറ്റിൽ ഉണ്ടായിരുന്ന ലെഡ് കൂടെ ഈ ഡിസോൾവ് മിക്കിലേക്ക് ഇപ്പൊ കയറി. ഓക്കെ, ഇപ്പൊ ഇതിവിടെ ഇതിമത്തെ ലെഡ് ഏകദേശം പോന്നിട്ടുണ്ട്. ഇതിലെ ലെഡ് ഇവിടെ മുഴുവൻ ക്ലിയർ ആയി കണ്ടു. ആ പോയിന്റ് ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിനങ്ങോട്ട് കമ്പോണന്റിനെ ഊരിയെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് സോൾഡർ ചെയ്യുമ്പോഴും സാധാരണ അയണുകളെക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഈ ലെഡ് ഇങ്ങോട്ട് ഇങ്ങനെ വലിഞ്ഞു നിന്നിട്ട് അത് പിന്നീട് പൊട്ടിപ്പോരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അതൊന്നുമില്ല. വളരെ നീറ്റായിട്ട് അയണൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് സോൾഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്മേൽ ലെഡ് ഉണ്ട്. ആ ലെഡ് നമുക്ക് ഇതിലൊന്ന് ഇട്ടിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ഇവിടെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അത് അയൺ മൊത്തം ക്ലീൻ ആയി. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അയണാണ്. ഇതിന് വില ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ ഒരു സോൾഡിങ് സ്റ്റേഷന്. നിലവിൽ മൊബൈൽ ടെക്നീഷ്യന്മാർ അതുപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനത്തെ റിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലും ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻവെർട്ടർ AC ഒക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ബോർഡിൽ വരുന്ന IPM ഇത്തരത്തിലുള്ള IC, ഈ ICയുടെ കാലുകളൊക്കെ ഇത് ഡബിൾ ലെയർ PCB ആണ്. ഈ ഡബിൾ ലെയർ PCB എന്നൊക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് കരുതുന്നു. ഇത് നമ്മളൊരു പ്രൊമോഷനോ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യുന്നതല്ല, ഒരു ഇൻഫർമേഷണൽ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. ഇനി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിലും മറ്റു കടകളിലും ഒക്കെ ലഭ്യമാണ്. മേടിക്കുമ്പോൾ ഈ OSS എന്നുള്ളത് ശ്രദ്ധിക്കുക, അത് തന്നെ മേടിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.